മോളെ പരീക്ഷയുടെ റിസൾട്ട് വന്നായിരുന്നാ? ആ വന്നു അപ്പൂപ്പ. ദാസേട്ടന് വയ്യാത്തല്ലേ, എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? വീട്ടിൽ നിന്ന് സന്തോഷത്തോടെ പോന്നോളൂ, പിന്നെ ഫോൺ വിളിച്ചാൽ എടുക്കാണ്ടതായാ വരൂലേ? ഈ കൈ ഇനി ശരിയാകില്ല അപ്പൂപ്പ. ഞാൻ പറഞ്ഞ വിഷമായോ? ശരിയാവൂല, ആക്സിഡന്റ് പറ്റിയല്ലേ മോളെ. അച്ഛൻ കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? ഇല്ല, കഴിക്കണം. അത് രാവിലെ ഇറങ്ങിയതല്ലേ. എന്നാ വാ നമുക്ക് കഴിക്കാം. അമ്മേ കഴിക്കാം. അതിനു മുമ്പ് എന്താ പ്രശ്നം എന്ന് പറ. എനിക്കൊരു പ്രശ്നമില്ല ദാസേട്ടാ. പ്രശ്നം എന്താ ഇവക്ക. ഞാൻ വന്നപ്പം മുതൽ ശ്രദ്ധിക്കുക, ആ മോഹൻ എന്തു പറഞ്ഞാലും ഇവക്ക് ദേഷ്യവ. പിന്നെ അഞ്ചു ഇല്ലേ, അവളെ ചുമ്മാ അതങ്ങ് വിരട്ടുക. ഇവളുടെ ഒരു കൂട്ടുകാരിയുണ്ട് സുധ, എനിക്ക് അവളെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഇവിടെ ആരും അറിയാതെ ഇവർ രണ്ടും കൂടെ കറങ്ങാൻ പോകും. എവിടെ പോകുന്നു എന്ന് ചോദിച്ചാലോ ഒരക്ഷരം മിണ്ടാതെ രണ്ടും കൂടെ അങ്ങ് ഇറങ്ങിപ്പോകും. ഇതിനാണ് നീ വിഷമിച്ചിരിക്കണേ. അത് പറയാൻ പറ്റാത്ത വല്ല കാര്യമായിരിക്കും. സമയമാകുമ്പോൾ അവള് പറഞ്ഞോളും. ലോകത്തില്ലാത്തൊരു അച്ഛനും മോളും. അഞ്ചു പ്രശ്നമാണോ മോളെ? അതെ അപ്പൂപ്പ, നല്ല പ്രശ്നമാ. ആ, എന്നാ അവൾക്ക് 2 ഡോസ് കൊടുക്കണം. വെറുതെ ദാസേട്ടാ, ആ കൊച്ചൊരു പാവവാ. അമ്മ ഇപ്പൊ വന്നേ, ഭക്ഷണം കഴിക്കാം. അവളുടെ പാവത്താങ്കളിയൊക്കെ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അഞ്ജുവിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. മോഹനായിട്ടുള്ള വിഷയം, പുതിയ കൂട്ടുകാരുള്ള കറക്കം, എന്തൊരു ഇഷ്യൂ ആണോ? അതൊക്കെ ഞാൻ അച്ഛനോട് പറയാം. ഇപ്പൊ വാ കഴിക്കാം. താമണം ജോലിയൊക്കെ എങ്ങനെ പോകുന്നു പ്രകാശ? കുഴപ്പമില്ലാതെ പോകുന്നു. അമ്മയുടെ അടുത്ത് പറയാ. അമ്മയോട് അമ്മയുടെ അനിയത്തിയുണ്ട്. മിക്കവാറും ഇന്ന് ഡിസ്ചാർജ് ആവും. വൈകിട്ട് ഡോക്ടർ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. മോൻ ഇന്നലെ ഒരു വക്കീലിനെ കാണാൻ പോയില്ലേ, എന്നിട്ട് എന്തായി? വക്കീലാ? ഏത് വക്കീല്? എൻ്റെ ഒരു സുഹൃത്തെ ഭാര്യയായിട്ട് ഭയങ്കര വഴക്കാ. എൻ്റെ സുഹൃത്തില്ല, അവൻ വെറും പാവം. അവൻ്റെ വക്കീലേ അവളുടെ വക്കീലും വിളിച്ചായിരുന്നു കോംപ്രമൈസ്. എന്നിട്ട് എന്തായി? കോംപ്രമൈസ് ആയോ? ഞാൻ കുറേ പറഞ്ഞപ്പോൾ സമ്മതിച്ചു. ഇനിയിപ്പം അവരെന്തൊക്കെയാണ് അവനെ പറ്റി പറഞ്ഞേക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു കാര്യം, ഒന്ന് പറഞ്ഞ രണ്ടിനും വിവാഹമോചനത്തിന് ഏർപ്പെടുക. ഏട്ടൻ്റെ ഈ കൂട്ടുകാരനെ എനിക്കറിയാമ്മ. ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പാവം ചേട്ടനാ. ഈ ചേട്ടന്റെ ഭാര്യ ചേട്ടനറിയാതെ അവരുടെ ഒരു കൂട്ടുകാരനൊത്ത് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. എന്നിട്ട് അത് ആ ചേട്ടന്റെ വേറൊരു സുഹൃത്ത് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. കാര്യം അറിയാൻ ചേട്ടൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഭർത്താവിന്റെ സ്ഥാനത്ത് ആ കൂട്ടുകാരന്റെ പേര്. പാവ ആ ചേട്ടൻ. ഇതും പറഞ്ഞ എന്തൊരു കരച്ചിലായിരുന്നു. ഏട്ടനിരിക്കുന്ന ഈ ചെയറിലിരുന്ന ആ ഏട്ടൻ കരഞ്ഞത് ഓർമ്മയില്ല ഏട്ടത്തി? കോംപ്രമൈസ് ചർച്ചയൊക്കെ വിളിച്ചാലും ഇങ്ങനത്തെ കാര്യമൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടും കാര്യമില്ല മോനെ. ആ കൊച്ചിപ്പോ ഗർഭിണിയല്ലേ? അതെ. മോന്റെ കൂട്ടുകാരന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ് ആ കൊച്ചിപ്പ ചെയ്തത്. ഇനി അഥവാ കോംപ്രമൈസ് ആയാലും എന്നും ഒരു നീറ്റിലായിട്ട് അവന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. സത്യം, അവൻ നീറിയാ ജീവിക്കുന്നത്. ഒന്നും മിണ്ടായിരുന്നു കഴിക്കും എല്ലാരും. കഴിക്കുമ്പോ എങ്കിലും എന്തേലും നല്ല വർത്താനം പറയും. ഏട്ടത്തി എന്തിനാ ചൂടാവുന്നേ? ഏട്ടൻ പറഞ്ഞത് ഏട്ടത്തിയുടെ കഥയല്ലല്ലോ, ഏട്ടന്റെ ഒരു കൂട്ടുകാരന്റെ കഥയല്ലേ? എന്നാ നിങ്ങളെല്ലാരും ഇരുന്ന് കഥ പറ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്.
ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഇതാ സ്വഭാവം. സാരമില്ല അമ്മ, 10-15 കൊല്ലായില്ലേ, എനിക്കിതൊക്കെ ശീലമായി. ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുവാവോ? ഏട്ടനെ പോലെ ഒരാളായോണ്ട് കുഴപ്പമില്ല അമ്മ. ഏട്ടത്തി എന്ത് ചെയ്താലും പറഞ്ഞാലും അങ്ങ് സഹിച്ചോളും. അത്രയ്ക്ക് പാവം. ആവണി, താഴെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹനും അഞ്ജുവും പറഞ്ഞത് അതോ കൂട്ടുകാരൻ്റെ കഥയാണോ അതോ ആവണിയുടെയും മോഹൻ്റെയും കഥയാണോ? പറ മോളെ. അച്ഛാ, അത് ഇതാണ് നീ അമ്മയോട് പറയാൻ മടിച്ചത്. ആവണി, നിന്റെ ഉദ്ദേശം എന്താടി? നിനക്ക് വീട്ടിൽ വന്ന് നിൽക്കാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ? മനുഷ്യന് ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ. എടി, നീ ഒന്ന് അകത്തേക്ക് പോയേ. അതെന്താ, എനിക്കൊന്നും പറയാൻ പറ്റില്ലേ? നീ തൽക്കാലം ഒന്നും പറയണ്ട, അതാ നല്ലത്. അവസാനം മോള് വന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനമാവോ? ആവോ? എൻ്റെ മോളെ എൻ്റെ വീട്ടിൽ വന്ന് നിന്നാലേ എനിക്കറിയാം അവളെ നോക്കാൻ. ആഹാ, എന്ത് നല്ല പ്രോത്സാഹനം. നിങ്ങൾ ഇവിടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാതെ ഇവിടെ താളത്തിനൊത്ത് തുള്ളുവാണോ? ഞാൻ അവളോട് സംസാരിക്കാം. നീ തൽക്കാലം അകത്ത് പോയി കിടക്ക്. എന്താന്ന് വെച്ചാ അയക്കോ. അച്ഛാ, ഒന്നും പറയണ്ട, എന്ത് പറഞ്ഞാലും അവൾ അകത്തിരുന്ന് കേൾക്കും. മോഹനില്ലേ? ആരാ? എൻ്റെ പേര് നാരായണൻ, മോഹൻ്റെ ഒരു സുഹൃത്താ. ഞാൻ ശിവദാസൻ, ആവണിയുടെ അച്ഛനാ. ആഹാ, കണ്ടിട്ടില്ല. എന്താ ചെയ്യുന്നേ? ഞാൻ വക്കീല. മോഹന്റെ കേസ് നോക്കണത്? ഏത് കേസ്? മോഹന് എത്ര കേസുണ്ട്? ഒരു കേസല്ലേ ഉള്ളൂ. മോഹനെല്ലാം പറഞ്ഞോ? ഞാനൊരു അച്ഛനല്ലേ വക്കീലേ, വീട്ടിലടക്കുന്ന എല്ലാ കാര്യവും ഞാൻ അറിയണ്ടേ. ഇവിടെ ഉണ്ടായിരുന്നോ? അച്ഛാ, ഇത് സുധ ചേച്ചി, വക്കീലിന്റെ ഭാര്യ. ആ, ഞാൻ വക്കീലിനെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. 3-4 തവണ വിളിച്ചാറുണ്ടല്ലോ, എന്താ കാര്യം? വാ പറയാം. അച്ഛാ, ഇതെന്റെ ഫ്രണ്ടാ. ആ, ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു നേരത്തെ. എന്നാ വാ വക്കീലെ, പുറത്തിട്ട്. നിന്റെ അമ്മ എവിടെ ആവണി? അകത്തുണ്ട്, കുറച്ചുനേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ അച്ഛാ? സുധാന്നല്ലേ പേര്? അതെ അച്ഛാ. കുറച്ചു മുന്നേ ഞാനും ആവണി കൂടി കുറെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാ, എന്താ മോളെ ഇവിടെ നടക്കണേ? പറ മോളെ, ഇവിടെ എന്താ നടക്കണേ? നീ നാട് മൊത്തം ഇവന്റെ കൂടെ നഴങ്ങി നടന്നിട്ട് വയറ്റിലുണ്ടായിക്കൊണ്ടെന്ന് അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കണം. എനിക്ക് കുഞ്ഞ് വേണ്ട ഡോക്ടർ. അല്ല, ശ്രാവണല്ലേ അവനുടെ ഹസ്ബൻഡ്? ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഡോക്ടർ. വക്കീലിനുണ്ട് സാർ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇതെന്താ എന്നോട് പറയാതിരുന്നേ? അച്ഛൻ്റെ അവസ്ഥയ്ക്ക് ഞാനും കൂടെ കാരണക്കാരിയാ. പിന്നെ വെറുതെ എന്തിനാ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നതെന്ന് വിചാരിച്ചു. അതാ ഞാനൊന്നും പറയാതിരുന്നത്. ഇതേക്കുറിച്ച് അമ്മയ്ക്കുള്ള സൂചനയും ഇല്ല അച്ഛാ. എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി ഇവിടെയുള്ളവർ അവിടെ എവിടെയും തൊടാതെ അമ്മയോട് ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. അച്ഛന് മനസ്സിലായി. എനിക്കത് മനസ്സിലാവും. അവരത് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നിന്നെയാ. ഒരുവിധം ഭയപ്പെട്ടതും നീയാ. വയ്യാതിരിക്കുന്ന നിങ്ങളും കൂടി ഇതറിഞ്ഞിട്ട് എന്തിനാ അച്ഛാ? എന്തിനാ വെറുതെ? ഈ പറഞ്ഞ കൂട്ടത്തിൽ സുഹൃത്തുണ്ടായിരുന്നല്ലോ, അതാരാ? സുധ ചേച്ചി. അവരെനിക്കൊന്ന് കാണാൻ പറ്റുമോ? എന്തിനാ അച്ഛാ?
ഒന്ന് വരാൻ പറ. അവൾ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോഴും അവൾ എല്ലാം പറയൂല എന്ന് എനിക്കറിയാം. ഇതൊക്കെ ആവണി ഇവിടെ ആരും ഉപദ്രവിച്ചായിട്ട് അറിയാം. എന്നെ നോക്കി മറുപടി പറ സുധേ. സുധയുടെ അറിവില് ആവണി ഇവിടെ ആരും ഉപദ്രവിക്കുന്നതായിട്ട് അറിയാമോ? അഞ്ജുവോ, മോഹനോ, അമ്മയോ, പ്രകാശനോ ആരെങ്കിലും? പ്രകാശൻ അങ്ങനത്തെ ഒരാളല്ല അച്ഛാ. അതിനർത്ഥം ബാക്കിയുള്ളവർ അങ്ങനെയാണെന്നല്ലേ? അച്ഛാ, ഇതൊക്കെ പറയട്ടെ ആവണി. എന്തിനാ അവനെ ഒളിച്ചു വെക്കുന്നേ? നീ അച്ഛനോടെല്ലാം പറയാറുള്ളതല്ലേ? അച്ഛൻ പറഞ്ഞു ശരിയാ അച്ഛാ. ഇവിടെ ഉള്ളവര് ഇവളെ ഉപദ്രവിക്കാറുണ്ട്. പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് എല്ലാവരും സംസാരിച്ചത് തോന്നിയായിരുന്നു. ഇടയ്ക്ക് എനിക്ക് തന്നെ പേടി തോന്നിയിട്ട് ഞാൻ അവളോട് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ വരെ പറഞ്ഞിരുന്നു. തൽക്കാലം സരസ്വതി ഇത് അറിയണ്ട. പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളതല്ലേ. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും വയ്യാത്തല്ലേ. സ്വന്തം മോക്കൊരു പ്രശ്നം വരുമ്പോൾ വയ്യായിക നോക്കി ഇരിക്കാൻ പറ്റുമോ? കേസിന്റെ കാര്യം എന്തായി? വക്കീലിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അച്ഛാ. വക്കീലുമായിട്ടുള്ള അടുത്ത മീറ്റിങ്ങിൽ ഇവള് കാശിട്ട് കൊടുക്കുന്ന ആളിനെ പറ്റി കൊടുക്കാം. വക്കീലിന് അടുത്ത മീറ്റിങ്ങിന് മുന്നേ ക്യാഷ് ഇട്ട് കൊടുക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ ആവണി? വേറെ ഒന്നുമില്ല അച്ഛാ. പൈസയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ ആലോചിക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള അച്ഛനുള്ളപ്പോൾ നിനക്ക് എന്താ ആവണി കാര്യം പറഞ്ഞാല്? ചേച്ചി എന്തിനാ എന്നെ ഇവർ ഉപദ്രവിച്ച കാര്യമൊക്കെ പറയാൻ പോയത്? പിന്നെ പറയാതെ? സത്യമല്ലേ? പറയണ്ടായിരുന്നു. നീ എല്ലാ കാര്യവും ഇങ്ങനെ രഹസ്യമാക്കി വെച്ചോണ്ട് നടന്നോ കേട്ടോ. ചേച്ചി, ഞാനൊരു കാര്യം പറയാം. തൽക്കാലം ഞാൻ പൈസ ഇട്ട് കൊടുത്ത കാര്യമൊന്നും അച്ഛൻ അറിയണ്ട. ശരി, ഞാൻ പറയുന്നില്ല. അച്ഛൻ്റെ കൈക്ക് എന്ത് പറ്റിയതാ? അതൊരു ആക്സിഡന്റ് പറ്റിയത് ചേച്ചി. അരുന്ധതി വക്കീല് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വരും. നമുക്ക് പോയി കാണേണ്ടിയും വരും. എല്ലാ കാര്യവും വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറയണം. നമുക്ക് പോവാൻ ചേച്ചി. പോയാൽ മാത്രം പോരാ, പറയണം കാര്യങ്ങളെല്ലാം. ശരി. എടോ, നിങ്ങളുടെ ഭാര്യക്ക് നിങ്ങളുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? ഒന്നില്ലെങ്കിലും താൻ വലിയ കൊലകൊമ്പം വക്കീലല്ലേ? നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ നിങ്ങളെ വരച്ച വരെ നിർത്തണുണ്ടല്ലോ, ഭയങ്കര കഷ്ടമാണ് കേട്ടോ. താൻ അത് വിട്, ഞാൻ വന്ന കാര്യം പറയാം. ആ അരുന്ധതി വക്കീലിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ച കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഫ്രീ ആവാം. വേണ്ട, ഞാനത് പറഞ്ഞ് ശനിയാഴ്ചത്തേക്ക് ആക്കിയിട്ടുണ്ട്. എന്താ? നമ്മളും കുറച്ച് തിരക്കിലാന്ന് വിചാരിച്ചോട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. ഒരു കാര്യം, ആവണി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനോടും അമ്മോടും പറഞ്ഞോ? പറയുമെന്നൊക്കെ വലിയ വീരാതാളൊക്കെ കേട്ടാ പോയത് എൻ്റെ അടുത്തുനിന്ന്. എന്നാ പറഞ്ഞു. കുറച്ചു മുന്നേ അവളുടെ അച്ഛൻ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇനി ഇതും പറഞ്ഞ അവളെ കുത്തി നോവിക്കാനും പറ്റൂലല്ലോ. അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോന്ന് ഉറപ്പാ. പിന്നൊരു പ്രശ്നമുണ്ട്. ആവണിയെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ അച്ഛനമ്മയുടെ കൂടെ നിന്നാലേ അവൾ കൂടുതലങ്ങ് സ്ട്രോങ് ആവും. നമ്മുടെ സൈഡിൽ ആള് കുറയും. ഇനി എങ്ങാനും അച്ഛൻ മാത്രമേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അമ്മയെ നമ്മുടെ കൂടെ നിർത്താൻ നോക്കണം. മാക്സിമം ആവണിയുടെ കുറ്റം പറഞ്ഞു ധരിപ്പിക്കും. എൻ്റെ അഞ്ജുവിനെ കൂടെ കൂട്ടിക്കോ, അവളിതിന് സൂപ്പറാ. ശരിയാക്കാൻ വക്കീലേ. അപ്പൊ ശനിയാഴ്ച കോംപ്രമൈസ്.
ശനിയാഴ്ച കോംപ്രമൈസ് ടോക്കിനെ വിളിച്ചിട്ടുണ്ട്. അന്ന് രാവിലെ പോണം. ശരി ചേച്ചി, പോവാം. ഞാൻ കൂട്ടാൻ വന്നോളാം. ശരി ചേച്ചി. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇപ്പോൾ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ചേച്ചി, ഓക്കെ. എന്താ വക്കീലേ, ശനിയാഴ്ച കോംപ്രമൈസ് ടോക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞെന്ന് കേട്ടല്ലോ. വെള്ളിയാഴ്ച എന്താ എത്ര തിരക്ക്? വക്കീല് പല തിരക്കും കാണും. അതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? മോഹനം പറയണ്ട, വക്കീല് പറഞ്ഞോളൂ. പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ വക്കീലേ? പറ്റില്ലെന്ന് പറ വക്കീലേ. ഇവരുടെ ഈ കണ്ണുരുട്ടലൊന്നും വീഴാൻ നിൽക്കരുതിട്ടോ വക്കീലേ. ഇപ്പൊ നിങ്ങളിത് പറഞ്ഞ ഇവരുടെ ചാട്ടം ഇവിടെ വെച്ച് നിൽക്കും. തിരക്കാ സുധേ, ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാം. കഷ്ടം. മോഹന കേട്ടില്ലേ, വക്കീല് പറയാമെന്ന്. ആവണിയല്ല ഞാൻ. നിങ്ങളുടെ സമീപനമായിരുന്നു വക്കീലിനെങ്കിലേ അങ്ങേർക്കറിയാം അങ്ങേര് എവിടെ ആയിരിക്കുമെന്നുള്ളത്. ജയിലിൽ കിടന്നേനെ. ഇവിടെ ക്ഷമിക്കുന്നോണ്ടാ നിങ്ങളിങ്ങനെ നിൽക്കുന്നേ. വക്കീലേ പോവല്ലേ? ശരി ശരി ചേച്ചി. ശനിയാഴ്ച കാണാം. നീ എല്ലാം നിന്റെ അച്ഛനോട് പറഞ്ഞല്ലേ? എന്തേ നിന്റെ അമ്മേനോട് പറയാത്ത? അമ്മേനോട് പറയാൻ മടി കാണുമല്ലേ? അതാ ഞാൻ പറയണോ? ഞാൻ പറയാം. നിങ്ങൾ എന്തേലും കാണിക്ക്, ആരോട് വേണമെങ്കിലും പറ. എന്തൊക്കെ പറഞ്ഞാലും താമസിയാതെ ജയിലിൽ പോകാനുള്ളതല്ലേ. നമുക്ക് കാണാം ആര് ജയിലിൽ പോകും. അതിനിത്ര കാണാൻ എന്തിരിക്കുന്നു? നിങ്ങൾ തന്നെ പോവും, അതിലൊരു സംശയം വേണ്ട. പോസ്റ്റ്മാൻ മദനൻ വന്ന് അപ്പോയിൻമെന്റ് ലെറ്റർ നിങ്ങളുടെ കയ്യിൽ തന്നു എന്ന് പറയില്ല എന്നുള്ളതല്ലേ നിങ്ങളുടെ ധൈര്യം. മദൻ എന്നെ വിളിച്ചിരുന്നു. അയാൾ കോടതിയിൽ വരികയും ചെയ്യും, സത്യം പറയുകയും ചെയ്യും. കുറഞ്ഞതൊരു 7 വർഷം, അത് ഉറപ്പാ. അത് 10 കൊല്ലം ആക്കിത്തരാന്ന് അരുന്ധതി വക്കീൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പോടി, അവളും അവളുടെ അരുന്ധതി വക്കീലും. എന്ത് നുണ പറഞ്ഞാലും പിന്നെ പേടിച്ചോളും. ദാസേട്ടാ അവളോട് സംസാരിച്ചോ? ആരോട്? അവിടെയോട് അവളുടെ ഈ തൻ്റെയുടെ എടുത്തിയാട്ടമൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാൻ പറ. അവള് വന്നു കയറിയ വീടല്ലേ ഇത്? വന്നു കയറിയ വീട്ടിൽ എടുത്തോട്ടും തൻ്റെയോടോ പാടില്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദാസേട്ടാ അതല്ല, മോഹം കണ്ടില്ലേ അവൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ അങ്ങ് ക്ഷമിക്കുക. പക്ഷെ എത്ര നാളത്തേക്ക് അവൻ ക്ഷമിക്കും? സരസ്വതി, ആവണി പണ്ട് എങ്ങനെയായിരുന്നു? എല്ലാത്തിനും പേടിയും എപ്പോഴും കരച്ചിലും അസുഖമായിരുന്നില്ലേ? അവളെ തൻ്റെ അടുത്തോടെ ജീവിക്കണമെന്ന് ഉപദേശിച്ചത് ആരാ? നമ്മളല്ലേ. എന്ത് പ്രശ്നം വന്നാലും പേടിച്ചോടാതെ ധൈര്യപൂർവ്വം അതിനെ നേരിടാൻ പഠിപ്പിച്ചത് ആരാ? നമ്മളല്ലേ. അന്നത്തെ സാഹചര്യം അല്ലല്ലോ ദാസേട്ടാ ഇന്ന്. എന്ത് സാഹചര്യം? അന്നൊരു സാഹചര്യം, ഇന്ന് വേറൊരു സാഹചര്യം. എന്തായാലും നേരിടുന്നു പോരാടുന്നു അവളല്ലേ. ഇന്നെന്ത് സാഹചര്യം? അതൊക്കെ പറയാം. ആ അതൊക്കെ പറയാം. ഇത് തന്നെ അവളും പറയുന്നത്. എന്താ ദാസേട്ടാ ശരിക്കുള്ള പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല. ഇനി പറഞ്ഞിട്ട് എന്തിനാ? BP കൂട്ടി ആസ്പത്രി പോയി കിടക്കാനോ? ഒന്ന് പോ ദാസേട്ടാ. എനിക്കങ്ങോട്ട് വരാവോ? എന്താ രണ്ടുപേരും കൂടെ റൊമാൻസാ? പിന്നെ റൊമാൻസ്. ഒന്ന് പോടി അവിടെ. എന്നെ ഉപദേശിച്ചോന്ന് ചോദിച്ച് തല തിന്നായിരിക്കും അല്ലേ? ഇവിടെ അങ്ങ് പാക്ക് ചെയ്തല്ലോ. ഞാനും അത് ആലോചിക്കായി ഇല്ല. സരസ്വതി, എന്നാ നീ വീട്ടിലേക്ക് പോയിക്കോ. ഞാൻ 2 ദിവസം കഴിഞ്ഞു വരാം. ആഹാ, അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല. പോകുവാണെങ്കിലേ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്. നീ നിന്റെ മരുന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ നല്ല പ്രശ്നം നടക്കുന്നുണ്ട്.
അതെന്താണെന്നറിയുന്നത് വരെ സരസ്വതി ഈ വീട്ടിൽ തന്നെ കാണും. ഇവിടെ നടക്കുന്ന എല്ലാം അറിഞ്ഞാൽ അവളെ ചിലപ്പോൾ ആംബുലൻസ് കൊണ്ടുപോണ്ടി വരും. ചുമ്മാ പേടിപ്പിക്കാതെ അച്ഛാ. നീ പേടിക്കണ്ട. മോഹൻ എവിടെയാ മോളെ? അപ്പുറത്തുണ്ട്. ഞാൻ മോഹൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എന്തു പറ്റി അച്ഛാ? പോരാ. മോനാ തിരക്കിലാണോ? ആ അച്ഛാ ഇല്ല പറഞ്ഞു. ആവണിയായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ലേ? എത്രയെന്ന് വെച്ചാൽ ഞാൻ ക്ഷമിക്കുന്നേ. ഞാനൊന്നും ആരോടും പറയണ്ടെന്ന് വിചാരിച്ചതാ. വെറുതെ എന്തിനാ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെങ്ങനെ വിഷമിപ്പിക്കുന്നേ? വലിയ മനസ്സാമുണ്ട്. അവള് തന്നെ ഇതൊക്കെ അച്ഛനോട് കൊട്ടിഘോഷിച്ച് പറഞ്ഞത്. മോഹന, ആവണിക്കൊരു പ്രശ്നം വരുമ്പോൾ അവൾ അവളുടെ അച്ഛൻ്റെ അടുത്തല്ലേ പറയാൻ പറ്റൂ, അല്ല നിന്റെ അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? എന്റെ അച്ഛനെ പറയുന്ന ശബ്ദം താഴ്ത്തി സംസാരിക്കണ. എന്റെ മോള് എന്നോട് എല്ലാം പറഞ്ഞു. നീയും നിന്റെ അമ്മ അവളെ ദ്രോഹിച്ചതൊക്കെ. ഈ ഒരു കാര്യം ഓർത്തോ, നമ്മൾ ചെയ്യുന്നുള്ള ഫലമൊക്കെ നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. ഓ അങ്ങനെ സംഭവിച്ചാണോ അച്ഛൻ്റെ ഈ കൈ? നിങ്ങളുടെ മോള് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എത്ര ഭീകരമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാ നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ മോള് വേദന കൊണ്ട് ഇവിടെ കിടന്ന് പൊളഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞോ? അവൾക്ക് കുടിക്കാനേ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കൊടുത്തില്ല. അത് നിങ്ങളോട് പറഞ്ഞ ഇനിയും അവള് കരയും, ഞാൻ കരയും. നിങ്ങളത് കണ്ടോ? ഇനി എന്റെ മോള് കരയില്ലടാ. ഈ ചെയ്തതൊക്കെ അവൾ എന്നോട് പറഞ്ഞടാ. ഇനി അവളുടെ കൂടെ ഞാനുണ്ട്. ഈ ചെയ്തതിനൊക്കെ എണ്ണി എണ്ണി കണക്ക് പറയിച്ചിട്ടേ ഞാൻ പോകും. ഒന്നും പറ്റിയില്ലെങ്കിൽ എൻ്റെ മോക്ക് സമാധാനം കിട്ടാൻ എന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല.